Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HTML ഡോക്യുമെന്റുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെബ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് എന്നിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് HTML എന്ന് പറഞ്ഞു, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ ഈ HTML ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ എന്തെങ്കിലും കമന്റ് ചെയ്യണം. കാരണം നമ്മളിവിടെ ചെയ്യുന്നത് HTML ഡോക്യുമെന്റ്സിന്റെ പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ നോർമൽ കോഡിങ്, കുറച്ച് കോഡിംഗ് ആണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ HTML ഡോക്യുമെന്റ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് which has been commonly used language to write web pages. Commonly used ലാംഗ്വേജ് ആണ്, വൈഡ്ലി യൂസ്ഡ് ലാംഗ്വേജ് ആണ് വെബ് പേജസ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ്ലി സിസ്റ്റം ഇൻഡിപെൻഡന്റ് ആണ്, ഒരു സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, എല്ലാ സിസ്റ്റത്തിലും വർക്കിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഇത് HTML. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ടു പബ്ലിഷ് ഓൺലൈൻ ഡോക്യുമെന്റ്സ് പബ്ലിഷ് ചെയ്യാൻ, അത് ഹെഡിങ്ങുകളോട് ടെക്സ്റ്റ്, ടേബിൾസ്, ലിസ്റ്റ് ഓഫ് ഫോട്ടോസ്, അങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ എല്ലാ ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യാൻ വേണ്ടി, ഓൺലൈൻ ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൈപ്പർ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ബേസിക് HTML ഡോക്യുമെന്റ് സ്ട്രക്ചർ, നേരിട്ട് ബേസിക് HTML ഡോക്യുമെന്റ് സ്ട്രക്ചറിലേക്ക് പോകണം. അപ്പൊ അതിന് മുന്നേ ഇവിടെ HTML5 is the latest version. HTML5 ആണ് ലേറ്റസ്റ്റ് വേർഷൻ എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നമ്മുടെ ബേസിക് സ്ട്രക്ചർ ആണ് ഇവിടെ പറയുന്നത്. ബേസിക് സ്ട്രക്ചറിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഡോക്യുമെന്റ് ടൈപ്പ് വെച്ചു, ഇത് പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക എങ്ങനെയൊക്കെയാണ് ഇതിന് സ്ട്രക്ചർ വരുന്നത് എന്നുള്ളത്. ആംഗിൾ ബ്രാക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ആംഗിൾ ബ്രാക്കറ്റിൽ എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ മാർക്ക് ഉണ്ട്, ഡോക്യുമെന്റ് ടൈപ്പ് HTML എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, then HTML ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ, ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ്, HTML ടാഗ് HTML. ഈ ആംഗിൾ ബ്രാക്കറ്റിനെ നമ്മൾ ടാഗ് എന്നാണ് പറയാം. ഓക്കെ, ടാഗ് എലമെന്റ്. അപ്പൊ ഇവിടെ ടാഗ് ഹെഡ്, ടാഗ് ടൈറ്റിൽ, /ടൈറ്റിൽ, /ഹെഡ്, ബോഡി, then h1 p ബോഡി HTML. ഇത് ഓരോന്നും എന്താന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ തന്നെ ഡോക്യുമെന്റ് ടൈപ്പ് HTML. ഈ ഡോക്യുമെന്റ് ടൈപ്പ് HTML എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ് ഏത് ടൈപ്പ് ഉള്ളതാണ്, HTML ടൈപ്പിലുള്ള ഡോക്യുമെന്റ് ആണെന്ന് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിക്ലറേഷൻ ഡിഫൈൻസ് ദിസ് ഡോക്യുമെന്റ് ടു ബി HTML. ഈ ഡോക്യുമെന്റ് എന്താണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. നോട്ട് നെസസറി, അത്രയും നീഡി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല ഈ ഒരു ടാഗ്, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാഗ് അല്ല. നമുക്ക് നോർമലി ഏത് ടാഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, HTML ടാഗ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സോ HTML ആംഗിൾ ബ്രാക്കറ്റിൽ HTML എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓപ്പണിംഗ്. അപ്പൊ ഇതാണ് ഇതിന്റെ റൂട്ട് എലമെന്റ്. HTML ആണ് ഇതിന്റെ ആ വെബ് പേജിന്റെ റൂട്ട്. ഏറ്റവും റൂട്ട് എവിടെയായിരിക്കും, സ്റ്റാർട്ടിങ് എവിടുന്ന, HTML ആണ്. Head contains the meta information about information, that is known as meta information. അപ്പൊ ഹെഡിന് അണ്ടറിൽ ഈ പേജിന്റെ ഇൻഫോർമേഷൻ എന്താണോ അതായിരിക്കും ഉദ്ദേശിക്കുക, അതായത് മെയിൻ ഇൻഫർമേഷൻ, ഹെഡിങ് എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ. Then title tag, it will specify the title of the page. ആ വെബ് പേജിന്റെ ടൈറ്റിൽ എന്താണോ വരേണ്ടത് അത്. ബോഡി, ഈ ബോഡിയാണ് നമ്മുടെ മേജർ ഏരിയ. അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഒരു നോർമൽ പറയുമ്പോൾ HTML പ്രൊവൈഡ് ചെയ്തു, ഹെഡ് കൊടുത്തു. ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നോർമലി ഏതാണോ, ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ആ ഒരു സബ്ജക്ട് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ കാണിച്ചു. ഹെഡ് ചെയ്തു, ഹെഡിനെ ക്ലോസ് ചെയ്തു. ദെൻ ടൈറ്റിൽ കൊടുത്തു, TITLE ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ കൊടുത്തിട്ട് നമ്മളിവിടെ ടൈറ്റിൽ നമ്മൾ ഫോർഡ് എന്നുള്ള ഒരു ടൈറ്റിലാണ് കൊടുത്തിരിക്കുക. ഫോർഡ് കമ്പനിയുടെ ഒരു പേജാണ് വിചാരിച്ചോ. അപ്പൊ ടൈറ്റിൽ നമ്മളിവിടെ വീണ്ടും ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ ബോഡി ഓപ്പൺ ചെയ്യും. ഈ ബോഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫോർഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മാറ്റേഴ്സും, എന്തൊക്കെ മാറ്റേഴ്സ് ഉണ്ടോ, അത് പേജ് ആയിട്ടാണെങ്കിൽ പേജ്, ലൈൻ ആയിട്ടാണ് ലൈൻ, ഇമേജ് ആയിട്ടാണ് ഇമേജ്, പാരഗ്രാഫ് ആയിട്ടാണ് പാരഗ്രാഫ്, എന്തൊക്കെ കണ്ടന്റുകളാണോ കൊടുക്കേണ്ടത്, ഇമേജ് കൊടുക്കണോ, ലിങ്ക് കൊടുക്കണോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണോ കൊടുക്കേണ്ടത്, മറ്റ് വീഡിയോസ് ആണോ കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു വെബ് പേജിൽ കണ്ടുവരുന്ന എല്ലാ കണ്ടന്റ്സുകളും, മേജർ കണ്ടന്റ്സുകൾ, വെബ് പേജിന്റെ എല്ലാ കണ്ടന്റ്സുകളും ആണ് നമ്മൾ ഇവിടെ കൊടുക്കുക,
ഈ ബോഡി പാർട്ടിൽ കൊടുക്കുക. എന്നിട്ട് ബോഡി നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ വെബ് പേജിന് അണ്ടറിൽ വരേണ്ട കണ്ടന്റ്സ് മൊത്തം പ്രൊവൈഡ് ചെയ്യേണ്ടത് എവിടെയാണ്? ഈ പറയുന്ന ബോഡി ഏരിയയിലാണ്. ഓക്കെ, ദ ബോഡി ഏരിയ കണ്ടെയ്ൻസ് വിസിബിൾ പേജ് കണ്ടന്റ്. പേജ് കണ്ടന്റ് വിസിബിൾ ആയിരിക്കുന്ന കാര്യങ്ങൾ. Then H1 defines large heading. Large heading ഡിഫൈൻ ചെയ്യുന്നതാണ് H1. P എന്ന് പറഞ്ഞ ടാഗ് ഡിഫൈൻ ചെയ്യുന്നത് പാരഗ്രാഫ്. ഇതൊക്കെ ഏതിന് അണ്ടറിൽ വരുന്ന? ബോഡിയുടെ അണ്ടറിൽ വരുന്ന ടാഗുകളാണ്. ഓക്കെ, അപ്പോ HTML tags. Make use of various tags. നമ്മൾ HTML എപ്പോഴും various ടാഗുകൾ യൂസ് ചെയ്യുന്നുണ്ട്. These tags are enclosed with angle brackets. Angle bracket enclose ചെയ്തിരിക്കുകയാണ്. അതായത് ടാഗിനെ ഇങ്ങനെ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം ആണ് ഇത് ടാഗ്സ്. HTML tags are elements which has been surrounded by angle brackets. Angle bracket കൊണ്ട് സറൗണ്ട് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ്. HTML tags comes in pair. എപ്പോഴും പെയറിലായിരിക്കും ഉണ്ടായിരിക്കുക. സേ ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത് P, ടാഗ് P ആൻഡ് ടാഗ് /P ഇങ്ങനെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ടാഗ് H1 /H1 then body and /body tag /body. അപ്പൊ ഇങ്ങനെ ഓരോന്നിനും ഓരോ പെയറോട് കൂടി ഉണ്ടായിരിക്കാം. അപ്പൊ ഇതിൽ ആദ്യത്തെ പെയർ ഇപ്പൊ P ഉണ്ട്, ടാഗ് P ഉണ്ട്, ടാഗ് /P ഉണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടാഗ് ഇൻ എ പെയർ ഈസ് കോൾഡ് സ്റ്റാർട്ട് ടാഗ്. അത് ഇവിടെ ഇപ്പൊ ബോഡി /body ഇല്ല, വെറും ബോഡിയാണ്. ടാഗ് ആംഗിൾ ബ്രാക്കറ്റ് ബോഡി, ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് പെയർ, ആദ്യത്തെ പെയർ ആണ്. സെക്കൻഡ് പെയർ എന്ന് പറയുന്നത് എൻഡ് ടാഗ് ആണ്, ക്ലോസിംഗ് ടാഗ് ആണ്. എൻഡ് ടാഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് ടാഗ്. സോ എൻഡ് ടാഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് ടാഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഹാസ് എ ഫോർവേഡ് സ്ലാഷ് ഈസ് ഇൻസേർട്ടഡ് ബിഫോർ ദ ടാഗ് നെയിം. ഒരു ഫോർവേഡ് സ്ലാഷ് ഇൻസേർട്ടഡ് ആണ് ബിഫോർ ദ ടാഗ് നെയിം. ടാഗ് നെയിമിന് മുന്നേ ആയിട്ട് ഒരു ഫോർവേഡ് സ്ലാഷ് എന്തായിരിക്കും? ഇൻസേർട്ടഡ് ആയിരിക്കും. അപ്പം ടാഗ് ഓക്കെ, ഈ ഒരു ഫോർവേഡ് സ്ലാഷ് ഇൻസേർട്ടഡ് ആയിരിക്കും എല്ലാത്തിലും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണ്? /P, /H1, /body, /HTML ഇതൊക്കെ ക്ലോസിംഗ് ടാഗുകളാണ്. സ്ലാഷ് ഇല്ലാത്തതെല്ലാം തന്നെ എന്താണ്? ഓപ്പണിംഗ് ടാഗുകൾ ആണ്. ഓക്കെ, ദ ഡോക്യുമെന്റ് ടൈപ്പ് ഡിക്ലറേഷൻ. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നെസസറി അല്ല. ഇറ്റ് റെപ്രസെന്റ്സ് ഡോക്യുമെന്റ്. ഡോക്യുമെന്റ് ടൈപ്പ് ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. appear only once, ഒറ്റ തവണ ഉണ്ടാവുകയുള്ളൂ. only once at the top of the page. ഏറ്റവും ടോപ്പ് ഓഫ് ദ പേജിൽ ഉണ്ടായിരിക്കും. നോട്ട് കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് അല്ല, ഏത് ടൈപ്പിൽ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റർ ആവാം, സ്മോൾ ലെറ്റർ ആവാം, എങ്ങനെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡോക്യുമെന്റ് ക്രിയേറ്റിംഗ് ഇൻ HTML. HTML എങ്ങനെയാണ് ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ സ്റ്റെപ്പ് 1 ഓപ്പൺ നോട്ട് പാഡ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മളെല്ലാവരും ചിലപ്പോൾ വിൻഡോസ് 8 10 ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ 8 ഓൺവേർഡ്സ് അല്ലെങ്കിൽ 10 ഒക്കെ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓപ്പൺ സ്റ്റാർട്ട് സ്ക്രീനിൽ പോയിട്ട് ടൈപ്പ് നോട്ട് പാഡ്, വിൻഡോസ് സൈഡിൽ പോയി ക്ലിക്ക് ചെയ്യുക, അതിൽ നോട്ട് പാഡ് ടൈപ്പ് ചെയ്യുക, നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. അതിന് മുന്നേ ഉള്ള വേർഷൻസ് ആണെങ്കിൽ 7 ഒക്കെയാണ് ഇപ്പൊ ആരെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഓപ്പൺ സ്റ്റാർട്ടിൽ പ്രോഗ്രാംസ്, ആക്സസറീസ്, നോട്ട് പാഡ്. നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം, റൈറ്റ് HTML കോഡ്. സ്റ്റെപ്പ് 2 അതിൽ HTML കോഡുകൾ പ്രോപ്പർ ആയിട്ട് എഴുതുക. കോഡ് തെറ്റിയാൽ പ്രോഗ്രാം വർക്ക് ആക്കില്ല. അപ്പൊ പ്രോപ്പർലി റൈറ്റ് HTML കോഡ്സ്. ആൻഡ് സ്റ്റെപ്പ് 3 സേവ് ദ HTML പേജ്. HTML പേജ് സേവ് ചെയ്യുക. അത് ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആസ് പ്രൊവൈഡ് ചെയ്യുക. ഫയൽ നെയിമിന്റെ കൂടെ എന്തുകൂടി പ്രൊവൈഡ് ചെയ്യുക? .htm or .html എന്ന് കൂടി പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ ഫയൽ നെയിം കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഫോർഡിന്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് .html or .htm ഇത് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഫയലിൽ പോവുക, സേവ് ആസ് പ്രൊവൈഡ് ചെയ്യുക, സേവ് ആസിൽ ഫയൽ നെയിമിന്റെ കൂടെ .html പ്രൊവൈഡ് ചെയ്യാം. സേവ്. സ്റ്റെപ്പ് 4 വ്യൂ ദ HTML പേജ് ഇൻ എ ബ്രൗസർ. ആ HTML പേജ് ബ്രൗസറിൽ എന്ത് ചെയ്യാം? നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കും. സോ ദിസ് ഈസ് ദ 4th സ്റ്റെപ്പ് ഫോർ ക്രിയേറ്റിംഗ് an HTML പേജ്. ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യാൻ. സ്റ്റെപ്പ് 1 നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക, നോട്ട് പാഡിൽ HTML കോഡ്സ് കൊടുക്കുക, HTML കോഡ്സ് കൊടുത്തതിനു ശേഷം ഫയലിൽ പോയിട്ട് സേവ് ആസ് കൊടുക്കുക, അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഹെഡിങ് ടാഗ്സ്. ഹെഡിങ് ടാഗ്സ് നമ്മളറിയാം, നമുക്ക് പല പല ടാഗുകൾ ഇനി പഠിക്കാം. നമ്മൾ ഇപ്പൊ കുറച്ച് ടാഗുകൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നു. ഹെഡിങ് ടാഗ്സ്. ഹെഡിങ് ടാഗ്സിൽ
ഫോർ ക്രിയേറ്റിംഗ് ഹെഡിങ്സ്, ഹെഡിങ് ടാഗ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്രിയേറ്റിംഗ് ഹെഡിങ്സ്, നമ്മളുടെ ഹെഡിങ്സ് പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ പേജിലെ ഹെഡിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഹെഡിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ഹെഡിങ് ടാഗ്സ്. ഹെഡിങ്സ് വിത്ത് ഡിഫറെന്റ് സൈസസ് ക്യാൻ ബി മേഡ്. ഡിഫറെന്റ് സൈസസിലുള്ള ഹെഡിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. HTML 6 ലെവൽസ് ഓഫ് ഹെഡിങ് ഉണ്ട്, 6 ലെവൽസ് ഓഫ് ഹെഡിങ് ഉണ്ട്. H1, H2, H3, H4, H5, H6 ഇങ്ങനെ 6 എണ്ണം ഉണ്ട്. ഇപ്പൊ H1, H2, H3, H4, H5, H6. ഇപ്പൊ H1 ആയിരിക്കും ഹയസ്റ്റ് വൺ. 6ലേക്ക് വരുന്നതനുസരിച്ച് ഹെഡിങ്ങിന്റെ സൈസ് എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. അതിനൊരു എക്സാമ്പിൾ കൂടി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ചെയ്ത് കാണിക്കുന്നില്ല, ചെയ്ത് കാണിച്ചതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. ഓക്കെ, സോ ഇവിടെ നോക്കുക, എക്സാമ്പിൾ HTML നമ്മൾ വെബ് പേജ് ഓപ്പൺ ചെയ്തു. സോ നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് ടാഗ് നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് HTML കൊടുത്തു, ഹെഡിങ്ങിന്റെ ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡിങ് ടാഗ് ഓപ്പൺ ചെയ്തു. ഹെഡിങ് ടാഗിൽ നമ്മൾ വീണ്ടും ടൈറ്റിൽ ഓപ്പൺ ചെയ്തു, അതായത് ആ വെബ് പേജിന് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി പോവാണ്. ടൈറ്റിൽ എന്താണ്? ഹെഡിങ് എക്സാമ്പിൾ എന്നാണ്. ടൈറ്റിൽ എന്താണ്? ഹെഡിങ് എക്സാമ്പിൾ എന്നാണ് ടൈറ്റിൽ കൊടുത്തത്. എന്നിട്ട് നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. ഹെഡ് ടാഗ് നമുക്ക് ക്ലോസ് ചെയ്യാം. ബോഡി തുടങ്ങുന്നതിന് മുന്നേ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഞാനിവിടെ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തിട്ടില്ല, അത് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇതല്ല വരേണ്ടത്, പകരം സ്ലാഷ് ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി ഷുഡ് ഓപ്പൺ അവർ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തതിനു ശേഷം H1 എന്ന് പറയുന്നത് എന്താ? 6 ലെവൽസ് ഓഫ് ഹെഡിങ്ങിലെ ആദ്യത്തെ ലെവലാണ് H1. H1ന്റെ അണ്ടറിൽ ഹെഡിങ് 1 എന്ന് കൊടുത്തു. അപ്പൊ ഹെഡിങ് 1 എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്? H1 സൈസിലാണ്. ടാഗ് H1 സൈസിലാണ് ഹെഡിങ് 1 നമ്മൾ ഇതിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. എന്നിട്ട് H1 ടാഗ് ക്ലോസ് ചെയ്തു. H2 ടാഗ് ഓപ്പൺ ചെയ്തു, H2 ടാഗ് ക്ലോസ് ചെയ്തു. ഇവിടെ H2 ടാഗ് ഓപ്പൺ ചെയ്തത് ഹെഡ് 2, HEAD, ഹെഡ് 2 ഏത് സൈസിൽ വരണം? H2 ടാഗിന്റെ സൈസിൽ വരണം. 6 ലെവൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോവാണ്. H3, H4, H5, H6 ഇങ്ങനെ 6 ലെവല് കൊടുത്തു, 6 ലെവല് ക്ലോസും ചെയ്തു. അതിന്റെ ഇടയിൽ വരേണ്ട കണ്ടന്റ്, അതായത് ആ H6ൽ വരുന്ന ആ H6ന്റെ വലുപ്പത്തിൽ വരേണ്ട കണ്ടന്റ് ഏതാണ്? ഹെഡ് 6 എന്നുള്ള അതും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. HTML ടാഗ് ആദ്യം ഓപ്പൺ ചെയ്ത HTML ടാഗ് ക്ലോസ് ചെയ്തു. എല്ലാ ടാഗുകളും ക്ലോസ് ചെയ്തു. ദ റിസൾട്ട് വിൽ ബി ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് ഉണ്ടായിരിക്കുക. നോക്കുക, ഹെഡിങ് 1 നമ്മളിവിടെ ഹെഡിങ് 1 എന്ന് കൊടുത്തു അല്ലെ, അത് ഏറ്റവും ഹയസ്റ്റ് സൈസിലാണ് വന്നിട്ടുള്ളത് അല്ലെ. ഹെഡ് 2 അതിനേക്കാളും കുറഞ്ഞു. ഹെഡ് 3 H3 സൈസിലാണ്. ഹെഡ് 4 H4 സൈസിലാണ്. H5 സൈസിലാണ് ഹെഡ് 5. H6 സൈസില് ഹെഡ് 6. അപ്പൊ ഇവിടെ നമ്മളെ സമയത്തോളം നമുക്ക് ഇവിടെ ഹയസ്റ്റ് സൈസ് ആയിട്ട് വന്നിട്ടുള്ളത് H1 ആണ്. അതിന് കുറഞ്ഞത് H2, then H3, then H4, then H5, then H6. അപ്പൊ ഇതാണ് നമ്മുടെ ഹെഡിങ് ടാഗുകൾ. അപ്പൊ ഓരോ നമ്മൾ കൊടുക്കുന്ന ഹെഡിങ് ഏത് വലുപ്പത്തിൽ വേണം എന്നുള്ളത് നമുക്ക് ഏത് ടാഗ് വെച്ച് ചൂസ് ചെയ്യാം? H1, H2, H3, H4, H5, H6 വെച്ച് ചൂസ് ചെയ്യാം. 6 ലെവൽസ് ഓഫ് ഹെഡിങ്. ഓക്കെ, then next one is a paragraph tag. നമ്മൾ വെബ്സൈറ്റ് നമ്മൾ വെബ്സൈറ്റ് നോക്കുന്ന സമയത്ത്, നമ്മൾ എല്ലാവരും വെബ്സൈറ്റ് കാണുന്ന സമയത്ത് നമുക്കറിയാം, പ്രോപ്പറായിട്ട് നമുക്കറിയാം, ഒരു വെബ്സൈറ്റിൽ കുറേ അധികം പാരഗ്രാഫുകൾ ഉണ്ടാവും. ആ പാരഗ്രാഫുകൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് വെക്കുന്നത്? അത് ഏത് ടാഗാണ് തീരുമാനിക്കുന്നത്? പാരാഗ്രാഫ് ടാഗ് ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈച്ച് പാരാഗ്രാഫ്സ് ഓഫ് ടെക്സ്റ്റ് ഷുഡ് ഗോ ഇൻ ബിറ്റ്വീൻ ടാഗ് P ആൻഡ് ടാഗ് /P. അത് ഓപ്പണിംഗ് ടാഗ് P, ക്ലോസിംഗ് ടാഗ് P ഇടയിൽ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു പാരാഗ്രാഫ് കൊടുക്കുന്ന സമയത്ത് ആ പാരാഗ്രാഫ് ആദ്യത്തെ പാരാഗ്രാഫ് വരണം, രണ്ടാമത്തെ പാരാഗ്രാഫ് വരണം. അപ്പൊ ഇത് രണ്ടെണ്ണത്തിന്റെയും ഇടയിലായിരിക്കണം നമ്മൾ ആ പാരാഗ്രാഫ് മൊത്തമായിട്ട് എന്ത് ചെയ്യേണ്ടത്? ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് എക്സാമ്പിൾ. ഇപ്പൊ HTML ഓപ്പൺ ചെയ്തു, ഹെഡ് കൊടുത്തു, ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ എന്താ കൊടുത്ത്? പാരാഗ്രാഫ് എക്സാമ്പിൾ. ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. ബോഡിന്റെ ഉള്ളിൽ തന്നെയാണ് ഏത് വരിക? പാരാഗ്രാഫ് ഒക്കെ വരിക. ഇപ്പൊ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു,
പാരാഗ്രാഫ് ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് പാര എന്ന് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. ഫസ്റ്റ് പാര. ഇതിന് പകരം ഒരു പാരാഗ്രാഫ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. ഓക്കെ, ദെൻ ആദ്യത്തെ പാരാഗ്രാഫ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരാഗ്രാഫ് ക്ലോസ് ചെയ്ത ടാഗ് കൊടുത്തു. സെക്കൻഡ് പാരാഗ്രാഫ് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി, എന്നിട്ട് സെക്കൻഡ് പാര എന്ന് കൊടുത്തു. സെക്കൻഡ് പാരാഗ്രാഫ് ഇവിടെ എൻഡ് ചെയ്തു. തേർഡ് പാരാഗ്രാഫ് ഇവിടെ നിന്ന് തുടങ്ങി, തേർഡ് പാരാഗ്രാഫ് ഇവിടെ ക്ലോസ് ചെയ്തു. ഫോർത്ത് പാരാഗ്രാഫ് തുടങ്ങി, ഫോർത്ത് പാരാഗ്രാഫ് ക്ലോസ് ചെയ്തു. ദെൻ ബോഡി ക്ലോസ് ചെയ്തു, ദെൻ HTML ക്ലോസ് ചെയ്തു. ഇത് താഴോട്ട് തന്നെ എന്ത് ചെയ്യണമെന്നില്ല, ടൈപ്പ് ചെയ്യണമെന്നില്ല. നേരെ ടൈപ്പ് ചെയ്ത് പോയാലും ഒരു ബുദ്ധിമുട്ടും വരാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. നോട്ട് പാഡിൽ നിങ്ങൾ ഇതിൽ സ്ക്രീനിൽ കാണുന്നത് നോട്ട് പാഡിൽ നിങ്ങൾ ഇതേപോലെ തന്നെ കാണിക്കുകയാണെങ്കിലും ദർ വിൽ ബി നോ പ്രോബ്ലംസ് റിഗാർഡിംഗ് കോഡിംഗ്. പക്ഷെ ടാഗുകൾ പ്രോപ്പർ ആയിരിക്കണം. ടാഗുകൾ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത ടാഗുകൾ ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, ദ റിസൾട്ട് വിൽ ബി ആസ് ദിസ്. ഫസ്റ്റ് പാര, സെക്കൻഡ് പാര, തേർഡ് പാര, ഫോർത്ത് പാര. ഇതൊരു സെന്റൻസ് ബൈ സെന്റൻസ് ആണ്. ഇത് ഇങ്ങനെ വന്നു, അതിനുശേഷം സെക്കൻഡ് പാരാഗ്രാഫ് പോലെ തന്നെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ലൈൻ ബൈ ലൈൻ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് വന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. ഇത് പ്രോപ്പർലി ഒരു സെന്റൻസോ ഒരു 2-3 സെന്റൻസോ ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത് പ്രോപ്പർ പാരാഗ്രാഫ് പോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. സോ യു ക്യാൻ ട്രൈ ഇറ്റ് ബൈ യൂസിങ് ദ ഫോർമർ കോഡ്. ഈ കോഡ് വെച്ചിട്ട് ഇവിടെ നിങ്ങൾ ഈ പാര എന്ന് ഞാൻ സെക്കൻഡ് പാര, തേർഡ് പാര, ഫോർത്ത് പാര, ഈ ഫോർത്ത് പാര, ഫസ്റ്റ് പാര, സെക്കൻഡ് പാര, ഇതിന്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ആസ് പാരാഗ്രാഫ്സ്. നെക്സ്റ്റ് വൺ ഈസ് ലൈൻ ബ്രേക്ക് ടാഗ്. ഈ ലൈൻ ബ്രേക്ക് ടാഗിന് പ്രത്യേകത ഉണ്ട്. ഇതിനാകെ ഒരു ടാഗേ ഉള്ളൂ. ഇതിന് ഓപ്പൺ ടാഗും ക്ലോസ് ടാഗും ഒന്നും. അപ്പൊ ഓപ്പൺ ടാഗും ക്ലോസ് ടാഗും ഇല്ലാത്ത ടാഗുകളെ നമ്മൾ പറയുന്ന പേരാണ് എംപ്റ്റി എലമെന്റ്. എംപ്റ്റി ടാഗുകളോ അല്ലെങ്കിൽ എംപ്റ്റി എലമെന്റ് എന്ന് നമ്മൾ പറയും. എനിത്തിങ് ഫോളോയിങ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ നെക്സ്റ്റ് ലൈൻ. എനിത്തിങ് ഫോളോയിങ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ നെക്സ്റ്റ് ലൈൻ. അതായത് ഇപ്പൊ നമ്മളിവിടെ ഹലോ എന്ന് കൊടുത്തു. എനിക്ക് ഹലോ മൈ ഡിയർ എന്ന് ഞാൻ കൊടുത്തു. എന്നെ സമയത്തോളം എനിക്ക് ഹലോ മൈ ഡിയർ എന്ന സിംഗിൾ സെന്റൻസ് ഉള്ളത് ഹലോ കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിൽ മൈ വരണം, അടുത്ത ലൈനിൽ ഡിയറും വരണം, താഴോട്ട് വരണം. അല്ലെങ്കിൽ വിത്ത് റിഗാർഡ്സ് എന്ന് കൊടുത്തു. സിംഗിൾ സെന്റൻസ് ആണ്. അപ്പൊ ഇത് വിത്ത് എന്നുള്ള മുകളിലത്തെ വരിക, റിഗാർഡ് എന്ന താഴത്തെ വരിയിലും വരണം എന്ന് വിചാരിക്കുക. ആ സിറ്റുവേഷൻസിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, BR ബ്രേക്ക് ടാഗ്, ലൈന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഹലോ മൈ ഡിയർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഹലോ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഒരു BR ഇട്ട് കൊടുത്തു, BR/ ടാഗ് ഇട്ട് കൊടുത്തു. എന്നിട്ട് മൈ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനർത്ഥം എന്താ, BR കഴിഞ്ഞിട്ട് ലൈൻ ബ്രേക്ക് ടാഗ് കഴിഞ്ഞതിന് ശേഷം വരുന്ന കണ്ടന്റുകൾ എവിടുന്നേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അടുത്ത ലൈനിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ്. അതായത് ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ആണ് ഇത്, ലൈൻ ബ്രേക്ക് ടാഗ്. ഓക്കെ, എനിത്തിങ് ഫോളോയിങ് ദ BR/ ടാഗ് വിൽ സ്റ്റാർട്ട് ഫ്രം ദ നെക്സ്റ്റ് ലൈൻ. നോ നീഡ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്സ്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. HTML ഓപ്പൺ ചെയ്തു, ഹെഡ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ എക്സാമ്പിൾ എടുത്തു, ലൈൻ ബ്രേക്ക് എക്സാമ്പിൾ എന്ന് കൊടുത്തു, ടൈറ്റിൽ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു, ഹെഡ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. ദെൻ ഇതാണ് നമ്മുടെ പൊസിഷൻ. ബോഡി ഓപ്പൺ ചെയ്തു. ബോഡി ഓപ്പൺ ചെയ്തിട്ട് പാരാഗ്രാഫ്, P ടാഗ് ഫോർ പാരാഗ്രാഫ്. ഫസ്റ്റ് പാരാഗ്രാഫില് ആണ് ഹലോ ഞാൻ കൊടുത്തു, ബ്രേക്ക് ചെയ്തിട്ട് ഡിയർ കൊടുത്തു, ബ്രേക്ക് ചെയ്തു ഡിയർ കൊടുത്തു, വീണ്ടും ബ്രേക്ക് ചെയ്തു താങ്ക്സ് എന്ന് കൊടുത്തു, വീണ്ടും ഞാൻ ബ്രേക്ക് ചെയ്തു വെൽക്കം എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ തുടങ്ങിയിട്ടുള്ള പാരാഗ്രാഫ് ടാഗ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇവിടെ ശരിക്കും ഇത് എന്തായിരിക്കും, അവിടെ ഈ BR ഇല്ലെങ്കിൽ ശരിക്കും എങ്ങനെയാ വരേണ്ടത് പാരാഗ്രാഫിൽ, ഹലോ ഡിയർ താങ്ക്സ് വെൽക്കം. ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ ആയിട്ടാണ് ശരിക്കും പാരാഗ്രാഫ് ടാഗില് ഇത്
ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. നമ്മൾ ഏത് പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, ബ്രേക്ക് ടാഗുകൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ. പക്ഷെ ഇവിടെ നമ്മൾ ബ്രേക്ക് ടാഗ് പ്രൊവൈഡ് ചെയ്തു. അപ്പൊ നമ്മുടെ റിസൾട്ട് എങ്ങനെ ആയിരിക്കും? ദ റിസൾട്ട് വിൽ ബി ലൈക്ക് ദിസ്: ഹലോ ഡിയർ താങ്ക്സ് വെൽക്കം. അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക് ടാഗ് ഇല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും? ഹലോ ഡിയർ താങ്ക്സ് വെൽക്കം. ഇങ്ങനെയായിരിക്കും നമ്മുടെ റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ലൈൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യുന്നത്? ലൈൻ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലൈൻ ബ്രേക്ക് ടാഗ്, അതുപോലെ തന്നെ പാരഗ്രാഫ് ടാഗ്, ഹെഡിങ് ടാഗ്, പിന്നെ ഡോക്യുമെന്റ് ടൈപ്പ്, അതുപോലെ തന്നെ ഡോക്യുമെന്റ് എങ്ങനെ HTML ക്രിയേറ്റ് ചെയ്യുക, HTMLന്റെ നോർമൽ കാര്യങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ബേസിക് സ്ട്രക്ചർ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? കോണ്ടാക്ട് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ഷെയർ മൈ വീഡിയോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്.